ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ഏത് ദുരന്തമുഖങ്ങളിലും യശസ്സോടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരുടെ പിന്നിലുമല്ലാതെ ചിലപ്പോഴെങ്കിലും മുന്നിലായി പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ അങ്ങേയറ്റം പ്രശംസനീയമായ ഇടപെടലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചത്. ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകതയായ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുരക്ഷാ ഉപകരണങ്ങൾ ഇപ്പോൾ ജീവനക്കാർക്ക് ലഭ്യമാണ്. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? ഒരു അപകട ഭീതിയില്ലാതെ ആത്മവിശ്വാസത്തോടെ ഓരോ സേനാ അംഗത്തിനും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബോസർ, ഫോം ടെൻഡർ, അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ ഇങ്ങനെയുള്ള പുതിയതരം വാഹനങ്ങൾ, ആധുനിക ഡീവാട്ടറിംഗ് പമ്പുകൾ, അതോടൊപ്പം ഏത് തരം അഗ്നിബാധയും നേരിടാൻ കഴിയുന്ന DCP ടെൻഡറുകൾ, ഇതെല്ലാം ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലും എമർജൻസി ആൻഡ് ഫയർ പ്രിവെൻഷൻ പദ്ധതികളുടെ ഭാഗമായി സാമൂഹിക ബോധവൽക്കരണം, മോക്ക് ഡ്രില്ലുകൾ ഇതെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. സേഫ്റ്റി ബീറ്റ് സംവിധാനം മുഖേന അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച റോഡ് സുരക്ഷാ ജാഗ്രതാ ടീമുകൾ ഈ കാലയളവിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ K പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ അരുൺ അൽഫോൺസ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP വത്സല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM ഉണ്ണികൃഷ്ണൻ, KF അലക്സാണ്ടർ, MP സുനിൽ, DR രാമചന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി മോഹനൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AK രാജൻ മാസ്റ്റർ, ഇബ്രാഹിം പൂമംഗലം, ജോയ്സ് പുത്തൻപുര, K ഹരിഹർ കുമാർ, P ജയൻ, അസൈനാർ, സംഘടനാ നേതാക്കളായ NV കുഞ്ഞിരാമൻ, MV ശശി, PV പവിത്രൻ, ബൈജു കോട്ടായി, KK ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് MP മുഖ്യമന്ത്രിക്ക് ധനസഹായം കൈമാറിയത്. പെരുമ്പടവ് വാട്സ്ആപ്പ് കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.70 ലക്ഷം രൂപയും ചടങ്ങിൽ വെച്ച് കൈമാറിയിട്ടുണ്ട്.